ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാക്കണം വലിയ മാസം ഇവിടെ ഓക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ മാമ? ഇപ്പൊ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കുത്തിരിക്കാണ്. ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട്, ചെറിയൊരു കാറ്റും മഴയൊക്കെ പെയ്ത് തോർന്നു അല്ലേ? രാവിലെ എന്താ തിന്നേ? ചപ്പാത്തി പിന്നെ ചെറുപയർ കറി പിന്നെ ഇളനീരോ? നമ്മളെല്ലാ കാര്യം നോക്കണ ഈ കാര്യം. അതെ, നേരത്തെ ഫുഡ് കഴിക്കണം. ഇമ്മമാനെ കാണാൻ വേണ്ടിട്ട് ഗൈസ്, ഇമ്മമാന്റെ മക്കളും പേരക്കുട്ടികളും മകനും ആരൊക്കെ വരുന്നത്? അമ്മായി, അപ്പാപ്പി, പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. അപ്പാപ്പാനെ പൊടി ഇപ്പൊ കറക്റ്റ് ടൈമില് മഴ പെയ്ത് ചോർന്നിട്ടുള്ളൂ ഗൈസ്. അപ്പാപ്പി വരുന്നുണ്ട്. ഇവിടെ നല്ല മഴ എന്നാ. വല്യമാൻ അവിടെ ഇരുത്തിക്കണ്, ഇങ്ങോട്ട് നടത്തിച്ചിട്ടില്ല. അവിടെ ഇരിക്കട്ടെ കുറച്ചു നേരം. അല്ല അപ്പാപ്പ എന്താ അടിക്കുക? മൊട്ട അടിച്ചിക്കേ? അപ്പാപ്പനെ മൊട്ട അടിച്ചിക്കേ? മെഷീനേറ്റോ? അപ്പാപ്പ ന്യൂലിക്ക്. ഇതെന്താ ഇറച്ചിയോ? ശരി. ഉമ്മ എന്താ കുഴപ്പമില്ല, അവിടെ കുത്തിരിക്കണ് കണ്ടോ? അവിടെ കുത്തിരിക്കണ്ട്. ഷംന എവിടെ? ചെറിയപ്പൂന്റെ അവിടെ കുറച്ച് ഇതുണ്ട്, കയറ്റം വൈകി സാരി ഇരുന്നത്. ഇവിടുത്തെ കയറ്റം കയറിയ തന്നെ ആണ് സത്യം. വെള്ളക്കാലം കൊണ്ട് പാപ്പ പണ്ട് ഇവിടെ ഫുള്ളില്. അതായത് എന്താ അറിയോ, ഞങ്ങക്ക് ഇവിടെ വെള്ളമല്ലല്ലോ, ഞങ്ങള് ജലനിധി പൈപ്പാണ് യൂസ് ചെയ്തത്. കുടിച്ചാനേ പറ്റൂല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, താഴത്തെ കിണറ്റിന്ന് വെള്ളം മുക്കിക്കൊണ്ടിരും. അപ്പാപ്പൊക്കെ വെള്ളക്കെല്ലാം തലയിൽ വെച്ചിട്ടും, ഒന്ന് തലയിൽ വെച്ചിട്ടും രണ്ട് കയ്യിലും രണ്ട് കുടുക്കി ഉണ്ടാവും, ഒന്ന് തലയിലും ഉണ്ടാവും. എന്നിട്ട് പിടിച്ചാതെ കയറി വരും. അറിയാം, എനിക്ക് പിടിച്ചാതെ കയറി വരും, തലയിലൊന്നും പിടിച്ചാതെ കയറി വരും. എങ്ങനെയാ തലമൊക്കെ നിക്കണേ? അങ്ങനെ കയറിടുന്ന ആളാണ് ആ പാപ്പ. ഈ കുന്നൊക്കെ തലം വെച്ചാണ് കയറ്റിയത്. അന്ന് ഇവിടെ വയ്യ പോലും ഇല്ല. സത്യം, അന്ന് അന്നത്തെ ഇടുങ്ങിയൊരു വയ്യാണ്. വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാനുള്ള വയ്യ മാത്രമാണ്. സൈഡിൽ കൂടെ ഫുള്ള് കമ്പി വേലി മാത്രമാണ്. നടക്കണോട് അതും ഫുള്ളും കല്ലും ഇതൊക്കെ ഇതായത്. അവിടുന്ന് ആ തുള്ളി രണ്ടും കൂടി കയറ്റിയത്, ഗ്ലൂക്കോസ് കൂടെ കയറ്റിയത് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, അവിടുന്ന് അതേപോലെയാണ്. ഇവിടുന്ന് എറണാകുളത്തോ? ആ ഒരു സോഡിയം കയറ്റി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്റെ ഈ കജ്ജൊന്ന് നനക്കാൻ വെച്ചു കുത്തിട്ടോ? നീ മുട്ടേന്റെ കുത്തൂലേ? നല്ല കുത്തിട്ടീണല്ലോ. ഞാനേ ഉറങ്ങിയക്കാരേ, അപ്പൊ മുട്ടി കടക്കല്ലേ, നീച്ച അറിയാലോ, ഇവള് കട്ടിപ്പിടിച്ചടക്കല്ലേ. അപ്പൊ ഞാൻ ഉറക്കത്തിൽ നീച്ചപ്പോ അമ്മ നീച്ചിക്ക. അപ്പൊ മുഞ്ച ചാര എന്താണ്? അപ്പൊ നീച്ചടി വാടി ഉമ്മാടെ കാലുമ്പോ പുടിച്ചു നിക്കാണേ. നമുക്ക് വേണ്ട അമ്മായിനല്ലേ കാട്ടാൻ പറ്റുള്ളൂ, കാട്ടാൻ പറ്റൂലല്ലോ. നല്ലോ തല്ലിക്കണ് നമ്മമ്മമാനെ. ഇമ്മ അന്തല്ലാറ് അല്ല, മൈസൂരിന് പണ്ടാറടക്കി എന്തിനാ കൊണ്ടുവന്ന് അമ്മമ്മമാരോട് ഓർമ്മണ്ട് ഇങ്ങോട്ട് അനുഭവിച്ചു. അപ്പോൾ ഇമ്മ പറഞ്ഞു തട്ടോ? സാറല്ല, ഉമ്മാരല്ലേ പറയുന്നത്, ഉമ്മാരെ മക്കൾക്ക്. ഞാൻ പറഞ്ഞു എത്ര ഏതായാലും ചിരി വരും, സങ്കടം വരും. മുട്ടിയമ്മായിനോട്, മുട്ടിയെ ഇവിടെ വന്നാ ഇതൊന്ന് ഇതാക്കിക്കാ. അമ്മായി വന്നു നീ ചാത്താറിന് കാണും. അമ്മായി സോപ്പിട്ട് കാണും. പിന്നെ നീ ചിട്ടി പാത്താൻ കൊണ്ട്. അപ്പൊ ഞാൻ പറയാം ഒന്ന് ചിരിച്ചാണ് ഇതൊന്ന് പോകുമെന്ന്. ഞാൻ ഫോട്ടോ ഇങ്ങനെ കണ്ടു. ഉമ്മ ഇതാരെന്നോ? അന്റെ ബാപ്പേ എന്റെ ബാപ്പ വലിയ നല്ല ചൂടായിക്കല്ലേ? അറിയണ്ടേ വലിയ അത് വല്ലതും? ഇവിടെ സോഡിയത്തിന്റെ കിക്കിലാണീലേ.
ഇതൊന്ന് വിട്ടുക്കോ, ഞാനൊന്ന് പാത്താൻ പോട്ടെ ഒരു ഒറ്റ ഒന്നും എന്റെ കാലേറ്റ് വരാത്തല്ലമ്മാന്ന്. അത് പറഞ്ഞാലേ പിരാന്തത്തിയാളെ മാതിരി തന്നെ സോഡിയം കുറഞ്ഞാലേ എന്തൊക്കെ കാട്ടി കട്ടിൽമ കേറി ചാടുകയാണോ കട്ടിൽമ അപ്പുറത്തെ കട്ടിൽമ ചാടുക മോട്ട കണ്ടിക്കണോ അപസ്മാരം. അതാണ് സംഭവം. ഞങ്ങൾ പറഞ്ഞേ ഇത് കൂടി സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ അപസ്മാരാണെന്ന് ഐ സി കൊണ്ടുവരണെന്ന് തന്നെ ചാടി കളിച്ചേനോലെ അമ്മ. അപ്പൊ മാറിയിട്ടാ ഞങ്ങള് തമാശന്റെ രീതി പറയുന്നത്. ഓടിച്ചൊക്കെ മേത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ പോകുകയാണേ. ഞാൻ കാലിന് പുടിച്ചൊക്കെ പോകാതെ കല്ലുമൊക്കെ സെറിഞ്ച് തന്നെ ഇങ്ങനെ വാരി പുടിച്ചിട്ട് കാലിയേറ്റ് മുട്ടേറ്റൊക്കെ എന്തൊക്കെയാ കാട്ടുന്നു കാട്ടി കൊടുത്തില്ല. അതൊക്കെയാണ് ഞങ്ങളിപ്പോ ഈ തമാശയില് പറയണൊന്നും കാര്യമാക്കാൻ കേട്ടോ. കാരണം ഞങ്ങള് പറയുമ്പോ ചിരി വരാണ് ഇപ്പൊ പിന്നെ ഓക്കെ അല്ലേ വല്യമ്മ. പല്ല് പറഞ്ഞ പല്ല് പോരുന്നൊക്കെ പറയണ്ടേ എന്ത് കിട്ടിട്ടേ കളിക്കായിട്ട് വെജായിട്ട് പുടിച്ച് വെച്ച് കടിച്ച താത്തയും വരെയൊക്കെ വന്നിക്കണത്. അതായത് ഇപ്പം ഫുഡും കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് ഒറ്റക്ക് ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. അപ്പം അമ്മായിയും താത്തയും കൂടിയും വന്നിന്. അമ്മായി കാര്യത്തിൽ പണി തുടങ്ങിയില്ലേ? എന്താ ഉണ്ടാക്കണേ? ചിക്കൻ കറി. ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പൊ അമ്മായിയും താത്തയും കൂടിയും വന്നാണ്ട് പണിയെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇന്നലെ ഉറങ്ങിയോ? ഒരാഴ്ച തുറക്കണ പോയില്ലേ? ഇന്നലെ ഒന്ന് സമാധാനമായിട്ടൊന്ന് കിടക്കാൻ പറ്റി. അലർജി പേടിച്ചിട്ട് ഇവിടെ ഒറ്റ കിടക്കലുണ്ടോ? എന്ത് പേടി? ഇവിടെ ഇവിടെ ശീലായതല്ലേ. ഞാനേ അല്ല ഞാൻ ഇവിടെ പണ്ട കള്ളന്മാര് വന്നപ്പോ അന്ന് വറച്ച ആള് അത് അന്ന് ഞാൻ ചെറിയ കുട്ടിയല്ലോ. പിന്നെ പേടിച്ച് പനിച്ചിട്ട് അന്ന് ഒരു ദിവസം ഫുള്ള് ഉറങ്ങി. അന്ന് ഞാൻ എത്രയിലാണ്? അന്ന് ഞമ്മളൊക്കെ ഇവിടെ 2-3 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അതെ ഒക്കെ നമുക്ക് ഒരു ദിവസം പറയാ പണ്ടത്തെ സ്റ്റോറി. പിന്നെ കഴിച്ച് നമ്മളെ ആമി ഷോപ്പിന് ഓർഡർ എന്തൊക്കെ ഉമ്മനെ കാണാൻ ആളാക്കണ്. എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയാണ് കൊണ്ടുവന്നിക്കണ്. ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസും മമ്മാക്കിലൊക്കെ എന്തൊക്കെ വാങ്ങിക്കുന്നത്. അപ്പൊ ഉള്ളിക്ക് കിടക്കണോ അമ്മ? പണി സ്റ്റാർട്ട് ചെയ്തോ? കറണ്ട് ഇപ്പൊ വന്നിട്ടുള്ളൂല്ലേ? കറണ്ട് 3 നേരമില്ലാണ്ടോ ഗൈസ്? കറണ്ട് വരിക പോകുക പോലെ. അങ്ങനെ നമ്മളെ താത്തയും അമ്മായിയും ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞങ്ങളൊക്കെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ആ തന്നെ ഇന്നെ മാറ്റിയെടുത്തണാക്കണ ഉമ്മ. എനിക്ക് വെജിറ്റബിൾ നിങ്ങൾക്ക് ചിക്കൻ അല്ലേ? വലിയമ്മ വരി നമുക്ക് ചോറിച്ചണ്ടേ? ആണോ? കഞ്ഞി കുടിച്ചോ അമ്മ? അതപ്പോ കഞ്ഞി കൊടുക്കരുത്. കഞ്ഞി കൊടുക്കരുത്. കഞ്ഞി കൊടുക്കരുത്. മമ്മക്ക് കഞ്ഞി കൊടുക്കരുത്. ചോറാ കൊടുക്കാൻ വേണേ. ചോറ് കൊടുക്കാ വലിയമ്മക്ക്. പിന്നെ ക്ഷീണത്തിന് കഞ്ഞി കൊടുക്കരുത്. ഡോക്ടർ പറഞ്ഞു പിന്നെ കൊടുക്കരുത്. ക്ഷീണത്തിനൊക്കെ കഞ്ഞി കൊടുത്തു എന്തൊക്കെയാ കഞ്ഞി ഇതാക്കരുത്. ചോറ് കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പറഞ്ഞത് കേൾക്കാം. ഗൈസ് ഇവിടെ ചോറ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഇതെന്താ അറിയാ? അത് ചേമ്പും കറി. ചേമ്പും കറി. ചിക്കൻ കറി ഒന്നും കൂട്ടാൻ പറ്റൂല. കറി കൂട്ടണോണ്ട് കുഴപ്പമില്ല. ചിക്കൻ കൂട്ടാൻ മതി. ഇല്ല അതാ താത്തൊരു നോട്ടന്നെ വേണ്ട. അപ്പൊ ചോറിച്ചോ? ആണോ? അമ്മായി വരെ ഇരിക്ക്. ബമ്മാരി നിന്നോ? ബാ ചോറിച്ചണ്ടേ? ആരെ കാത്തിക്ക? വാരി കൊടുത്താലേ തിന്നുള്ളൂ. ഇതെന്താ? വാരി കൊടുത്താലേ നിങ്ങൾ തിന്നുള്ളൂ? 2 ചെറുക്കന്മാരോട് കുത്തിരിക്കണ നോക്കിയ മൊബൈലിൽ കളിച്ചാണ്. ഇവിടെ എന്നാ ചോറിച്ചാ നോക്കിക്കോ. ബാ ഷംനെവിടെ? താത്തിരിക്കി ഇരിക്കി. ആരെ കാത്തിക്കാണ്? താത്തിരിക്കി. ആണ്ടിരിക്കി. മമ്മ കൊറച്ച് ചോറുന്നാലോ? കൊറച്ച് ആണോ? വല്യമ്മ കടക്കാണ്. ഞാൻ കടന്നോളി. ലൈറ്റ് ഓഫ് ആയിക്കളെന്നാ. അതേപോലെ തന്നെ ഉമ്മക്ക് സാധനങ്ങളൊന്നും ഇല്ലാന്ന് നിരാശാരും പേടിക്കണ്ട. എവിടെ മൗലി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എവിടെ?
ഈ കണ്ട സാധനങ്ങളൊക്കെ ഉമ്മമാക്ക് തിന്നാളാണ്. ഉമ്മമാക്ക് ഫ്രൂട്ട്സ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. കാര്യങ്ങൾ പറഞ്ഞിക്കണ്. അതേപോലെ തന്നെ കൈതച്ചക്ക, അതേപോലെ തന്നെ ഇത് എന്താണ്, ഇതാണ് മീൻ പറഞ്ഞത്. ഇതാണ് അത് ഓറഞ്ച് നാരങ്ങുള്ളല്ലേ, നാരങ്ങല്ല ഓറഞ്ച്. ഇതാണ് മുസമ്പി. മുസമ്പി. പിന്നെ അതേപോലെ തന്നെ ഇതും കരിക്കാണ് മെയിൻ പറഞ്ഞത്. അതിനോട് ഉണ്ട് കേട്ടോ. അടിയിലുണ്ട് മാങ്ങണ്ട്, മാങ്ങ ഇതൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇനി ഉമ്മ ഇത് തിന്നാ മാത്രം മതി, വെറുതെ വാങ്ങി കൂട്ടിയിട്ട് കാര്യമില്ല. ഉമ്മ തിന്നുമ്പോൾ ചെയ്യാം. അമ്മപ്പാടെ കിടക്കുന്നുണ്ട്. ഇരിക്കില്ലടാ, നമുക്ക് വാരി കൊടുത്താലേ തിന്നുള്ളൂ. അപ്പൊ കഴിക്കണില്ല. അപ്പൊ എന്താണ് വെള്ളം കുടിച്ച് വെള്ളം ഫ്രൂട്ട്സ് നിന്നാണ് വാങ്ങിക്കണല്ലോ. അപ്പൊ നാളെ കടന്നോട്ടെ, നമുക്ക് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇതിനങ്ങനെ മമ്മാക്കനോടെ പൈച്ചിനാണ് പിന്നെയും അതാണ് ചോറ് കഴിച്ചാണ്. അതെ, അപ്പാപ്പയും കൂടി ചോറ് കഴിച്ചാണ്. ഇത് ഗൈസ് ഇതാണ് കേട്ടോ. അപ്പാപ്പ അന്ന് കൊയിഞ്ഞാടിയിട്ട് പറ്റിയ മുറിയാണിത്. ഇതും ഇവിടെ കുത്തി കയറിയതും ഇതൊക്കെ അന്ന് ബാത്റൂമില് സ്ലിപ്പ് ആയതല്ലേ ഇത്. അവിടുത്തെ ബ്രഷ് ഇല്ലേ, നമ്മളെ സ്റ്റീലിന്റെ ബ്രഷ്, അതിന്റെ പൊടി കുത്തി കയറിക്കല്ലേ, കുത്തി കയറി അവിടെ വീണില്. ആ പൊടിന്റെ നേരെ മറ്റേ ഒരു സാധനം വെച്ചിങ്ങനെ അതിന്റെ മുകളിൽ വെച്ചേക്കല്ലേ, കുത്തിയാണ് കേറിയില്ലേ. സ്റ്റിച്ച് ചെയ്തിട്ടൊന്നുമില്ല. അതാ ഡോക്ടർ ബാക്കി വന്ന ഇറച്ചി അതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് അങ്ങനെ അമർത്തി. ആ ഇറച്ചിയാണ് അവിടെ എപ്പോഴാ പൊന്തിക്കണല്ലേ. എന്തായാലും കൊറേ വേദന തയ്ച്ചിട്ടുണ്ട്. അപ്പത്തിന് ഗൈസ് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നെന്താണോ ചെറുതായിട്ട് മഴ പെയ്യൽ തുടങ്ങിയിരിക്കണ്. വേണ്ടോ, മഴയും പെയ്യുന്നുണ്ട്. പെങ്ങളും അളിയനും കുട്ടിയൊക്കെ ആക്കണ വരുന്നേ. ഇത്ര നേരത്തെ നിങ്ങള് ഇവനെ നഴ്സറി പോയി ചെറുക്കൻ നഴ്സറിയിലൊക്കെ പോയി. ഇതൊന്നും ഉണ്ടാത്തത് മഴ കൊണ്ട് തണുത്തിട്ടാ. നഴ്സറിയിൽ ഉറക്കാണിയോ? എവിടെ ചെറിയ ഇപ്പൊ എന്താ അവസ്ഥ? പെരുമായല്ലേ. ഓല് ഇന്ത്യയിലല്ലേ, അവിടെ ഇമ്പലെ നാട്ടില് ആന്നെ. ഇവിടെ ഇത്ര കുറച്ചപ്പുറത്ത് ദൂരമുള്ളൂ. അങ്ങടെ കെട്ടിച്ചിട്ടിങ്ങനെ ഞങ്ങള്. അതാ നല്ലൊരു പാൽച്ചായ എവിടുന്ന് പെരിന്ന്. അങ്ങനെ ഇവിടുന്ന് അങ്ങനെ കേറി 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 ഉള്ളി കേറി. എല്ലാരും കൂടി വന്നു കേട്ടോ. വല്യമ്മാനെ കൊണ്ടുവന്നില്ല. അപ്പൊ അങ്ങനെ മമ്മടെ ഉറങ്ങിയോ? കടന്നോ? കടക്കരുത് മമ്മ, ബാ നീച്ചടക്ക. ഫുൾ ടൈം നടത്താം. അതെ, ഓക്കെ ആവുന്നുണ്ടല്ലേ. ഓക്കെ ആവുന്നുണ്ട് സാറായി. അപ്പൊ വന്ന് കൊണ്ടേത് എങ്ങനെയാണ് രാത്രിയിലെ? അതെ, ഓർമ്മ ഉണ്ടെങ്കിൽ അതാണ് എവിടെ എന്ത് സോഡിയം കുറയണ ടൈമക്കാരെ. പൊന്നോ, ഇന്നെന്തൊക്കെയാ പറഞ്ഞറിയോ ചെറിയപ്പോ? ആ മൈസൂരിന്ന് പണ്ടാറത്തിനെ കൊണ്ടല്ലേ നീ. അങ്ങനെ എന്തൊക്കെ പറയാ. ആവശ്യം വന്നവിടെ തുപ്പില്ലേ. പയമാരിയായോ? ഞാൻ റീൽസ് എടുക്കണല്ലേ വല്യമ്മ. വീഡിയോ ഒക്കെ വരുമ്പോഴേ ആൾക്കാരുടെ പ്രാർത്ഥന ഇങ്ങക്ക് അത് വലിയ കിട്ടലാട്ടോ. അതന്നെ അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. ഇപ്പഴാ മനസ്സിലായതല്ലേ. ഇനി വലിയ നല്ല അതിന്റെ ഡബിൾ. അതെ, പവറിലൂടെ തിരിച്ചു വരും. ടേക്കൊന്നും വേണ്ടല്ലോ, ഒറ്റ ടേക്ക്. എല്ലാരും ചോറ് വെച്ചപ്പോ ബിരിയാണിയോ? എന്താ എന്താ ഇറച്ചി പോയി കണ്ടിട്ടില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി. കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കൂട്ടാക്കാൻ പറ്റൂലല്ലേ ഗൈസ്, ഇറച്ചി മീനും. അതോ നമുക്ക് പിന്നെ ഫോൺ കിട്ടിയാൽ മതില്ലേ. നഴ്സറിയിൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ തന്നെ യൂസ് ചെയ്തു. നമ്മളെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോ ഇതാക്കണം അടുത്ത ട്രിപ്പ്. ഇതെന്താണ്? ബത്തക്ക കട്ട് ചെയ്തത്. ഇരിക്കും ചെറിയപ്പോ ഇരിക്കും. മാറിക്കണേ കയ്യിലുണ്ടോ? നല്ല മതിലുണ്ടോ? പാപ്പാ കൊടുക്കി. താത്താക്ക് വേണ്ടേ? അവിടെ കടത്താണ് ഗൈസ്. ക്ഷീണമാണല്ലോ, ക്ഷീണം. ഫുഡ് കഴിച്ച് മയങ്ങി കിടക്കുക. മമ്മടെ മമ്മ ഉറങ്ങിയോ?
അവിടെ കിടക്കുന്നുണ്ട്, ഉറങ്ങിക്കോട്ടെ, ക്ഷീണം ഉണ്ടാവും നല്ലോ. മധുരണ്ട് അവള് മധുരം കൊണ്ട് നീച്ചെന്നാണ് മകനവിടെ വെട്ടി പൊളിച്ചണാക്കണം എന്തൊക്കെ ഫുള്ള് തീറ്റ തന്നെയല്ലേ. പറ്റൂലേ അമ്മായിനെ വറക്കാണ് പറ്റൂലാണ്ട് ഒന്നും കൊടുത്തുകളില്ലേ ചിക്കൻ കറിനെ വെച്ചിട്ടില്ല അതാണ് ചിക്കൻ കൊടുത്തത്. വെറുതെ എറിഞ്ഞു നോക്ക. ചിക്കൻ വാങ്ങിയിട്ടേ ഇല്ല. അതെ, ഈ പോത്തുള്ളി കൊടുത്തു. ചിക്കനും ബീഫും ഒന്നും വാങ്ങിയിട്ടില്ല. നിങ്ങള് വാങ്ങിയിട്ടുണ്ടാവില്ല. ചിക്കൻ വാങ്ങിയ പേരില്ലല്ലോ. എനിക്ക് ഇട്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ കൊണ്ടാണ് കാണി. അവസാനം ഇപ്പൊ പേനച്ചാ ഞാൻ മതിയായിരുന്നു. ഓനെ മാറിയല്ലോ എന്റെ പറഞ്ഞു ഇത് പനിക്കാർക്കില്ല ഇതേ ഉള്ളൂ ഇപ്പൊ. എന്ത് പേടി വൈ വൈറസ് പനിയാണ്. ആരും പറഞ്ഞില്ല. ഇവനാണ് തീരുമാനിച്ചാണ് അവർക്ക് മഞ്ഞപ്പിത്താണെന്ന്. മഴ പണിയാണ്. അറിയില്ല മഞ്ഞപ്പിത്താണ്. ഇറച്ചി തിന്നാൻ തന്നെയല്ലോ പോയി. ചോറ് ഇവിടെ കോയാണേ ഒരു ചെറിയ കണ്ടിട്ട് കൊടുത്തേക്കണം. അത് മതിയാവണം വിളിക്കുന്ന പറഞ്ഞ്. എനിക്കിവിടെ പരിഗണനല്ല. എന്താ വേണ്ടിയ ചൊക്ക ഉണ്ടാക്കി 6 മാസം കഴിഞ്ഞിട്ട് നീ ചിക്കൻ കൂട്ടിയാ മതിന്ന് എന്നോട് ഉമ്മ. കൂട്ടത്തിൽ എല്ലാ അടുക്കളയിൽ പോയിരുന്ന് തിന്നുണ്ടോന്ന് ഉമ്മാക്കാം. ചിക്കൻ വാങ്ങണ്ട അങ്ങനെ മുന്നേറ്റാണ്. ആരും തിന്നണ്ട. അവിടെ തേക്കണ അങ്ങനെ താത്താനെ വേദ അങ്ങനെ അളിയൻ പോവുകയാണ്. അളിയനും പങ്ങളും പോവുകയാണ്. പോവുക പുതപ്പ് കൊടുക്കുവന്ന് ഇജ്ജ് കൊടുക്ക പോവുക. അതോ പോവുകയാണ് ജി പോവാ. പോയിട്ട് വരാറ് വരുവോ ഇങ്ങനെ അങ്ങനെ പോവാ. ഗൈസ് ചെറിയ പള്ളിനും പോവാൻ നിന്നപ്പത്തിന് കേൾക്കണേ നമ്മളെ കുടുംബക്കാരെ എത്തിക്കണേ. എന്താ കാക്ക ചായ കിട്ടിയോ നിങ്ങക്ക്? അയ്യോ ഉമ്മ ചായ എടുത്തോ? ചായ കുടിച്ചോണ്ട് പറയണേ. കുറച്ച് ഇരിക്കുള്ളിക്ക് ഇരിക്കും. മമ്മ ഒരു പോവാണല്ലോ, പോയിട്ട് വാന്നാ. എന്താണ് അവിടെ അവിടെ എന്താണ് ആര് മോനിക്കാക്കോ? കുട്ടികളെ പേടിപ്പിച്ചിട്ടോ ഗൈസ്. എന്തൊക്കെയോ സാധനം എടുത്താണോ അവനെ പേടിപ്പിച്ചു കുട്ടികളെ. ഒരാൾക്ക് കുട്ടികളെ പേടിപ്പിച്ചാണ് ഗൈസ്. അങ്ങനെ നമ്മള് ജംഷികാക്ക ഇവരൊക്കെ പോവുകയാണല്ലോ. ടാറ്റ ഇടണ്ടോ ജി? ടാറ്റ ഒന്നുകൂടി തന്നാ അങ്ങോട്ടെ. ഒന്നുകൂടി വേണ്ട ടാറ്റ ഒന്നുകൂടി വേണ്ട. ഇങ്ങനെ അടിക്കും ഇങ്ങനെ. ആ എന്റെ പേരെന്താ? പേര് പറഞ്ഞു കൊടുത്താ ഇങ്ങനെ നിച്ചിലോ നെച്ചിലിയോ ജച്ചിലോ യാ ജസിലെന്നാണോ എന്റെ പേര് പറഞ്ഞാ? ഇവിടെ എന്റെ പേരെന്താ? ജീവൻ കാണുമ്പോ മണ്ടാണ്. നേരത്തെ ഒന്ന് കൊയിഞ്ഞടിക്കണ ചെറിയൊരു മുറിയായോ? ഇല്ലല്ലേ, ചെറുതായിട്ടില്ലേ. എന്റെ പേരെന്താ പറഞ്ഞു കൊടുത്താ? ജസ്ലാനോ? ആളാ പോങ്ങള് ജയല കൂടിയാണ്. അതെ ജംഷി. ഞാൻ അവിടെ എന്റെ പേര് എന്റെ പേരെന്താ? പഠിപ്പിച്ചു കൊടുത്തു എനിക്ക്. ഓൻ എത്ര വയസ്സായി? 2.5 വയസ്സായിട്ടുള്ളേ. അല്ലെ ഇനി എത്ര പറയാൻ കിടക്കണില്ലേ ഇല്ലടാ? ആ അല്ല പിന്നെ ടാറ്റുന്ന പോവാറേ. ഞങ്ങള് പോവുകയാണ് അറേ. പോവാണ് അല്ല അത്രേ ഉള്ളു. പിന്നെ വരാറേ. See you. അസ്സലാമലൈക്കും പറഞ്ഞേ. അപ്പൊ ഓക്കെ ശരി. ഓക്കെ നിങ്ങൾ എങ്ങനെയാണ്? വണ്ടി ഉണ്ടോ? ഓ ഓക്കെ. ആ പൾസർ കാറല്ലേ? നോക്കി ഇറങ്ങി കേട്ടോടാ. അങ്ങനെ ഓലും പോയി. ഇനിയിപ്പോ ഇവിടെ ആകെ ഉള്ളത് വല്യമ്മ പിന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇനി അമ്മായിയും താത്തി മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി എല്ലാരും പോയില്ലേ? അതെ അടുത്ത ലഗേജ് പേരാണ്. ഓട്ടോറിക്ഷ വിളിച്ചാ നിക്കാണെന്ന് പറഞ്ഞേ ഇല്ല താത്ത? ഓട്ടോറിക്ഷ വിളിച്ചിട്ടല്ലേ? ഇപ്പൊ തന്നെ പോവാ. പിന്നെ അപ്പാപ്പി അമ്മായിയൊക്കെ പോവുകയാണല്ലോ. ഉമ്മാനെ കാണാൻ വന്നാണ്. അമ്മാനെ കാണാൻ വേണ്ടി വന്നാണ്. കണ്ടു പോവുകയാണ്. എന്നാ മുട്ട പിടിച്ചാളാ. മഴ ചെയ്തോണ്ട് ഇവിടെ ഇറങ്ങാൻ കുറച്ച് സീന. നാളെ മുന്നേ തള്ളിട്ടായി. വജ്ജ അത്രക്കും സേഫാണ്.
അപ്പാപ്പ പായെന്നാ പറയണേ മണ്ടെന്നാ പറയണേ. അങ്ങനെ ആ പാപ്പിയും ഇവരൊക്കെ പോവാണ്. താത്തിയും പോവാ. അങ്ങനെ വന്നോലൊക്കെ തിരിച്ചു പോകാണല്ലേ. ഇനി ഇവിടെ കാലിയായി കുത്തിരിക്കും. ഓനെടുത്തവാ എന്നാ കൈ പിടിച്ചോ. അതെ ഇത് നമ്മളെ പെങ്ങളെ വലിയ ചെക്കനും ഇത് ഇളയ ചെക്കനും. അപ്പൊ ഓക്കെ ബൈ. നിങ്ങളെ എത്തിങ്ങാനിക്കൊക്കെ പൊട്ടിയില്ലേ അന്നത്തെ കടലാസൻസിലാണ് ആണോ? ചെറുപ്പത്ത് അതായത് എത്രാം ക്ലാസ്സിലാണ്? 3-ാം ക്ലാസ്സിലൊക്കെ ഞാൻ പെൻസിൽ കടിച്ചു വലിച്ച പെൻസിൽ എന്റെ 3-ാം ക്ലാസ്സിലൊക്കെ പോ. അതെ ഓക്കെ പാരമ്പര്യം അല്ലേ? അലമാരിയിൽ അങ്ങനെ കൊറേ കിടക്കണേ എപ്പോഴും പുറത്തേക്ക് എടുത്തക്കണം ഏറ്റവും കൊറേ പാത്തച്ചില്ലേ. താത്തി അമ്മായി ഓരൊക്കെ തിരിച്ച് പോവുകയാണ്. പെരി പോവുകയാണ്. ഇനി നമ്മളെന്നെ ഉള്ളു ഇവിടെ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? എന്താണ് ആൾക്കാരോടും മമ്മാക്ക് എന്താ പറയല്? സുഖമായിരിക്കും മക്കളെല്ലാവർക്കും എല്ലാവർക്കും സുഖമായി പോകണം അല്ലേ? എല്ലാരും പ്രാർത്ഥന കൊണ്ടും പ്രാർത്ഥന കൊണ്ടും 100 കണക്കിന് 100 1000 കോടി കണക്കിന് ആൾക്കാരെ പ്രാർത്ഥന ഇത്ര ആൾക്കാരും ചേർത്ത് വന്നു. അതുകൊണ്ട് ഇപ്പൊ മമ്മാന്റെ അസുഖം ഇത് കുറഞ്ഞു ഗൈസ്. കുറവുണ്ട്, നല്ല കുറവുണ്ട്. ഇനി എന്നാ ചെക്ക് ചെയ്യാൻ പോകാൻ പറഞ്ഞേ? 10 ദിവസം കഴിഞ്ഞിട്ടാ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. അസ്സലാമു അലൈക്കും അല്ലേ?